നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന രൂപീകരിച്ചതിന് 75 വർഷം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നിയമസഭ ഭരണഘടനാ അസംബ്ലിയിലെ ഡിബേറ്റ് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുകയാണ്. ആ പരിഭാഷ ചെയ്തതിൻ്റെ 1ാം വോളിയം ഈ വരുന്ന 24-ാം തീയതി രാവിലെ 11:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സംവാദങ്ങളെ സംബന്ധിച്ചുള്ള മലയാള പരിഭാഷ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി കേരള നിയമസഭ നടത്തുകയാണ്. ഒരു പ്രാദേശിക ഭാഷയിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന ഈ പരിഭാഷയുടെ ആദ്യ വാല്യം കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2025 ജൂൺ മാസം 24-ാം തീയതി കേരള നിയമസഭയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. However good a constitution may be, if those who are implementing are not good, it will prove to be bad. However bad a constitution may be, if those who are implementing are good, it will prove to be good. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കറുടെ വാക്കുകളാണിവ. അതായത് ഒരു ഭരണഘടന നല്ലതാകുന്നത് നല്ല രീതിയിൽ പ്രവൃത്തിപഥത്തിലെത്തുമ്പോഴാണ്. നല്ല രീതിയിൽ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ആ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ ആ ഭരണഘടനയെക്കുറിച്ചും ആ ഭരണഘടനയുടെ ശില്പശാലയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചർച്ചകൾ, അവിടെ നടന്ന ചർച്ചകൾ പ്രാദേശിക ഭാഷയിൽ പരിഭാഷപ്പെടുത്തപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഇതെന്തുകൊണ്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ കേരള നിയമസഭ മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഭരണഘടനയുടെ വ്യവസ്ഥകൾ എന്താണ്, ഭരണഘടനയുടെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ എന്താണ്, ഇതൊക്കെ ചർച്ചാ വിഷയമാകാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ ചർച്ചകളിലും നമ്മൾ ആശ്രയിക്കുന്ന ആധികാരികമായ ഒരു രേഖകളുടെ സമാഹാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ. അത് ഏതാണ്ട് 10,000-ഓളം പേജുകളിലായി ഒരു 12 വോളിയം വരുമെന്നാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. 12 വോളിയം മലയാളത്തിൽ ഉണ്ടാകും. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ലാതെ മറ്റൊരു ഭാഷയിലും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ മലയാളികൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ, മലയാളത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണമെങ്കിൽ മലയാള ഭാഷയിൽ ഇവ പരിഭാഷപ്പെടുത്തി പൊതുജന സമക്ഷം, സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഒപ്പം 25 വർഷം പിന്നിട്ട കേരള നിയമസഭയിലെ നിയമസഭാ സാമാജികരെ ആദരിക്കുന്ന ചടങ്ങും ഈ ദിവസം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അന്നേ ദിവസം തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സെമിനാറും കേരള നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.